എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോവേണ്ടതായിരുന്നു. സാധാരണഗതി SLC പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ വരെ മാറ്റി നിർത്താറാണുള്ളത്. ഒരു കൊലപാതകിയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമ്മളെ മനസ്സിൽ വിഷമങ്ങൾ. ആ വാപ്പാന്റെ ചങ്ക് തകർന്ന വർത്താനങ്ങൾ കേട്ടോ. ഒരുത്തനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി കബറിലാക്കിയിട്ട് ഓന്റെ കബറിൽ കുഴിച്ചിട്ട മെയിലാഞ്ചി ചെടിയൊന്നു വേരുറക്കും മുമ്പ് ഓനെ കൊന്നവര് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു. അതിന് പോലീസ് കാവല് നിൽക്കുന്നു. എന്ത് സന്ദേശമാണ് ഈ നാട്ടിലെ നിയമവും അധികാരികളും ഈ സമൂഹത്തിന് നൽകുന്നത്? എടാ, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട്, ഇതെല്ലാം ഓന്റെ റബ്ബ് കാണൂലേ. അതേപോലെ ഒരു രാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിലെ നിയമത്തിന് അക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന കുറ്റവാളികൾക്കൊരു പേടി വേണം. അതേ നിയമത്തിന് ആക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കുമെന്നൊരു വിശ്വാസം വേണം. അത് രണ്ടൊന്നും നമ്മളെ നാട്ടിലില്ല. ആർക്കും ആരെയും കൊല്ലാം, എന്തു തോന്നിവാസവും കാണിക്കാം, സംരക്ഷിക്കാൻ ഇവിടുത്തെ നിയമവും അധികാരികളുണ്ടല്ലോ എന്നൊരു വിശ്വാസമാണ്. അധികാരികളെ, നിങ്ങൾ കേൾക്കേണ്ട പഴയകാല ഒരു ഭരണാധികാരിയുടെ വാക്കുകളുണ്ട്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ. കട്ടവന്റെ കൈമുറിക്കണം, പക്ഷെ കട്ടത് ഭക്ഷണമാണെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരിയുടെ കൈമുറിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരും കൊലക്കും കുറ്റവാളികൾക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ഈ നാട്ടിലെ നിയമവും ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളായ നിങ്ങളുമാണെങ്കിൽ ഇനിയും മാറി ചിന്തിക്കാൻ സമയമായിട്ടില്ലെങ്കിൽ ഒരുപാട് ഷഹബാസ്മാര് ഇനിയും മണ്ണിലടിയിലാവും.